നമസ്കാരം. കോപ്പിയടി പിടിച്ചതിന് അഡീഷണൽ ചീഫ് എക്സാമിനർക്കെതിരെ വിദ്യാർത്ഥിനികൾ നൽകിയ പീഡന കേസിൽ പ്രതിയെ വെറുതെ വിട്ടയച്ച് കോടതി. തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ലൈജുമോൾ ഷെരീഫാണ് പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ നിരപരാധിയെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കിയത്. കോപ്പിയടി പിടിച്ചതിന് വിദ്യാർത്ഥിനികൾ ചേർന്ന അധ്യാപകനെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ 2014 നടന്ന സംഭവത്തിലാണ് അധ്യാപകനെ വെറുതെ വിട്ടത്. 2014 ഓഗസ്റ്റ് 27-നും സെപ്റ്റംബർ 5-നും ഇടയിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ച 5 വിദ്യാർത്ഥിനികളെ അഡീഷണൽ ചീഫ് എക്സാമിനറും കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ആനന്ദ് പിടികൂടുകയായിരുന്നു. സംഭവം സർവകലാശാലയിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായി ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തി. എന്നാൽ പിടിക്കപ്പെട്ടവർ SFI പ്രവർത്തകരായിരുന്നതിനാൽ നിർദ്ദേശമനുസരിക്കാൻ ഇൻവിജിലേറ്റർ തയ്യാറായില്ല. തുടർന്ന് 5 വിദ്യാർത്ഥിനികളും ചേർന്ന് അധ്യാപകനെ കൊടുക്കാൻ പദ്ധതിയൊരുക്കി. അധ്യാപകൻ പീഡിപ്പിച്ചെന്ന് കാണിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. 4 വിദ്യാർത്ഥിനികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് 4 കേസുകളെടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ വിട്ടയച്ചിരുന്നു. മറ്റ് 2 കേസുകളിൽ 3 വർഷം തടവിന് ശിക്ഷിച്ചു. അത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപ്പീലിലാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. പരാതിക്കാരെയും പോലീസിനെയും കോടതി വിമർശിച്ചു. അധ്യാപകനെ പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമത്തിന് പ്രിൻസിപ്പൽ കൂട്ടുനിന്നെന്നും കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ആനന്ദ് വിശ്വനാഥിന് വേണ്ടി അഭിഭാഷകരായ S. അശോകൻ, ഷാജി ജോസഫ്, റെജി ജി നായർ, പ്രസാദ് ജോസഫ്, സണ്ണി മാത്യു, പ്രേംജി സുകുമാർ, അഭിജിത്ത് സീലാൽ എന്നിവർ ഹാജരായി.